ഹലോ ഗായ്സ്, എല്ലാവർക്കും നന്ദാസ് വ്ലോഗിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും ഫുൾ സ്ക്രീനിൽ കാണണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഫുൾ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ ഗായ്സ്. ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്രേൻ്റെ വീഡിയോ കേട്ടോ ഗായ്സ്. ഞങ്ങൾ കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിൽ നിന്ന് കേട്ടോ യാത്ര ആരംഭിച്ചത്. ഗായ്സ് പുലർച്ചെ 5:40 കേട്ടോ ട്രെയിനുള്ളത്. ഈ ട്രെയിൻ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ട്രെയിനിലാട്ടോ കയറിയത് ഗായ്സ്. ഇത് നമ്മുടെ സ്വന്തം ഫറോക്ക് പാലാട്ടോ ഗായ്സ്. അപ്പം നമ്മൾ പോയത് പറഞ്ഞാൽ ഞാനും മോനും പിന്നെ അമ്മയും അച്ഛനും അച്ഛമ്മയും മാമയും മാമനും അമ്മൂമ്മയും പിന്നെ വേണുമാമനും ഷൈനിമായും പിന്നെ മീരിയും പിന്നെ ആക്കിയും പിന്നെ അച്ചും പിന്നെ ബീലിയും കേട്ടോ ഗായ്സ്. പീലിക്ക് മൂകാംബികയിൽ എഴുത്തിന് ഇരുത്താനുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് കോഴിക്കോട് PS ഹോസ്പിറ്റൽ കേട്ടോ ഗൈസ്. ഞങ്ങൾ ടൗണിലെത്താനായി. ഇപ്പം തന്നെ കോഴിക്കോട് സ്റ്റേഷനിലെത്തിട്ടോ ഗൈസ്. ഞങ്ങൾ കുറേ കാലമായിട്ടോ മൂകാംബികയിൽ പോകണം വിചാരിക്കണം. അമ്മയൊക്കെ എപ്പോഴും ഫോൺ എടുത്താൽ മൂകാംബികേൻ്റെ ഈ വീഡിയോ ഇട്ടോ കാണുക. അപ്പം അമ്മ പറയാറുണ്ട് പോകണമെന്ന്. പിന്നെ കുറേ ട്രെയിനിലൊക്കെ ഒരുമിച്ച് സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് കുറേ കാലമായി. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞത് ഗായ്സ്. ഞങ്ങൾ കുറേ തിരക്കായതുകൊണ്ട് 1 മാസം മുമ്പേ ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു ഇത് കഴിഞ്ഞിട്ടോ ബാക്കി കുറച്ച് ആൾക്കാർക്ക് കിട്ടിയത് സീറ്റ് ഗായ്സ്. നമ്മൾ കോഴിക്കോട് എത്തിട്ടോ ഗായ്സ്. ഇപ്പം ഇത് കണ്ണൂരാട്ടോ. കണ്ണൂർ എത്തി സ്പീഡായി പോയിട്ടോ ഗായ്സ്. ഇത്രയും നേരം ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ പോണത്. 9 മണിക്കൂറുണ്ട് അവിടേക്ക് പോകാൻ. അപ്പോൾ വല്ലാത്ത വൈബിന് കിട്ടോ ഗായ്സ് ട്രെയിനിൽ പോകാൻ ഗായ്സ്. അപ്പം ഞങ്ങൾ ചായക്ക് കൊണ്ടുപോയി പറഞ്ഞാൽ പുട്ടും കടലും പുട്ടും പഴമാണ് കേട്ടോ ഗായ്സ് ചായക്ക് ഉണ്ടായത് ഗായ്സ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിന് മോരുകറിയും പിന്നെ ഇല വാട്ടിയിൽ ചോറും പിന്നെ കൊണ്ടാട്ടമുളക് ഇട്ടോ ഗായ്സ് കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഗായ്സ് ഇപ്പം മംഗലാപുരം എത്തിയിട്ടോ ഗായ്സ്. നമ്മൾ അവിടെ ഇറങ്ങിയതാണ്. ചോറുന്നാൻ ഇറങ്ങുകയാണ്. കുറച്ച് നേരം ആ കസേരയിലൊക്കെ ഇരുന്ന് പിന്നെ ബാത്റൂമിലേക്കൊക്കെ പോകാനുള്ളവർ ബാത്റൂമിലേക്ക് ആയി. പിന്നെ ബാഗൊക്കെ അടച്ച് പിന്നെ ഈ മിഷൻ കണ്ടോ ഗായ്സ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി. ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവിടെ കുപ്പിയൊക്കെ വെക്കണ സ്ഥലം. ഞങ്ങൾ വിചാരിച്ച് കുപ്പി വെച്ച് വെള്ളം വരുന്നത്. കുപ്പിയും കാണാതെ ഇല്ല. 1 രൂപ കൊടുത്ത വെള്ളം കിട്ടുന്നു. ഞങ്ങൾ കൊടുത്തപ്പോൾ 1 രൂപയും പോയി ഇതും പോയി. പിന്നെയാണ് മനസ്സിലായത് കുപ്പി ഈ ചതുക്കിയിട്ട് ഫൈബറാക്കാനുള്ള ഈ കുപ്പി വേസ്റ്റ് ഇല്ലേ അതാക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആ കുപ്പി അതിലേക്ക് ഇട്ട് ഒരു ഓട്ടം ഉണ്ട്. അതിലേക്ക് ഇട്ടപ്പോൾ ചതിങ്ങി ഒച്ച കേട്ടിട്ടോ ഗൈസ് ഞങ്ങൾ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ മംഗലാപുരത്തു നിന്ന് മൂകാംബികയ്ക്ക് ട്രെയിനിൽ കയറിയപ്പോൾ കണ്ടൊരു പ്രത്യേക തരം കാഴ്ച ഉണ്ട് ഗൈസ്. കുറേ കണക്കിന് ലോറിയിൽ ലോഡ് വെച്ചിട്ട് കുറേ ടിപ്പർ ചായ ലോറി എടുത്ത് ആ ലോറിയിൽ കുറേ സാധനം നിറച്ചിട്ട് കുറേ ആൾക്കാരില്ലാത്ത ബോഗില്ലാത്ത ട്രെയിനിൽ പോവുകയുണ്ട് ഗൈസ്. ഈ കാണുന്നതാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഈ ട്രെയിനിൻ്റെ പേര് മാറ്റിയിട്ട് മത്സ്യഗംഗ എന്നുള്ള പേരാക്കിയിട്ട് ആ ട്രെയിനിൽ തന്നെ കേട്ടോ ഗൈസ് ഞങ്ങൾക്ക് പോയി. ഇത് പിന്നെ മൂകാംബികയിൽ ഞങ്ങൾ വൈകുന്നേരം എത്തി റൂമൊക്കെ എടുത്ത് പിന്നെ പോയതാണ്. അപ്പോൾ പോയപ്പോൾ നല്ല സീനേനി. അപ്പുറത്ത് കുന്നിൻ്റെ അവിടെ മലയിൽ ഇതൊക്കെ മഞ്ഞൊക്കെ ആയിന്. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മളെ റൂം. ഗൈസ് ഇതിന് അങ്ങനെ ഒരു പേരൊന്നും ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിനി. എന്താ വെച്ചാൽ ഞങ്ങൾ പോയെന്ന് നല്ല തിരക്കേനി. പിന്നെ അങ്ങനെ റൂമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കുറേ പോയിട്ടാണ് അവിടെ തന്നെ റൂം കിട്ടിയിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ചെറിയ തെറ്റുണ്ട്. മത്സ്യഗംഗയിലിട്ടോ ഗൈസ്. മത്സ്യഗംഗ എന്ന പേരിലാണ് ആ പേരിലും പിന്നെ നമ്പർ മാറ്റിയിട്ടാണ് മംഗലാപുരത്തു നിന്ന് പിന്നെ ബൈന്ദൂരിലേക്ക് ട്രെയിൻ പോകട്ടോ. അപ്പോൾ ഗൈസ് ഇത് പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ഞങ്ങൾ പോയതാട്ടോ. അന്ന് മൊത്തം തിരക്കിന് ഒന്നും കാണാനില്ല. പിന്നെ ഞങ്ങളവിടെ ആ വരി നിൽക്കണ അവിടെ ഒരു കമ്പി ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ കയറി നിർത്തതാട്ടോ ഗൈസ്.
അപ്പോൾ ഇത് ആ മൂകാംബികത്തെ ദേവീനും കൊണ്ട് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുക കേട്ടോ ഗൈസ്. പിന്നെ അവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ വലിയ വലിയ പൂജകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അന്ന് ചെറിയൊരു മഴച്ചാറ്റലും ഉണ്ടായിന് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിനി. അപ്പോൾ ഗൈസ് നടയൊക്കെ അടിച്ച് പിന്നെ നമ്മൾ അന്നദാനത്തിൻ്റെ അവിടെ പോയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഗൈസ്. പിന്നെ അവിടെ നമ്മൾ ഇരുന്നിട്ടാട്ടോ നമ്മൾ കഴിക്കുക. അപ്പോൾ വീലൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതവിടുത്തെ ആ വിരുന്നിൻ്റെ ആ സ്റ്റേജ് ആട്ടോ ഗൈസ്. അപ്പോൾ 2 രഥം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഒന്ന് പുറത്ത് ഒന്ന് ഉള്ളിലും. അതിലേതാ രഥോത്സവത്തിന് എടുക്കുക ഉള്ളിലത്തെ തോന്നുന്നുണ്ട് ഗൈസ്. ഇത് പുറത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഗൈസ് ഇതവിടുത്തെ എന്തോ സ്പെഷ്യൽ വഴിപാടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ മുല്ലപ്പൂ വെക്കാൻ ആൾക്കാരെ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു പാളേൻ്റെ പ്ലേറ്റിൽ ഇങ്ങനെ ചെട്ടിപ്പൂ, മഞ്ഞ ചെട്ടിപ്പൂ, പിന്നെ തുളസിയും അതിൻ്റെ മുകളിൽ താമരയായിട്ടുള്ളൊരു പ്ലേറ്റ്, അതെല്ലാവരും അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെന്താ സംഭവം ഞാൻ മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ രാവിലെ അങ്ങോട്ട് പോകട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളൊരു 3 മണിക്കൊക്കെയാണ് എണീച്ചത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അത്യാവശ്യം നേരം വെളുത്താണ്. ഇപ്പം നിങ്ങൾക്ക് രാവിലെ ആയി തോന്നുന്നുണ്ടാവും. രാവിലെ ഒന്നും ആയില്ല. അപ്പോൾ ഇതാട്ടോ അവിടുത്തെ വലിയ കുടജാദ്രിൻ്റെ മല. മൂകാംബികയ്ക്ക് പോണ റോട്ടിൽ നിന്ന് നോക്കി കാണാം. പിന്നല്ലേ അപ്പോൾ ഈ കാണുന്ന വീടാണ് മെയിൻ ഇവിടുത്തെ അടിക്കേൻ്റെ വീട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ പശുക്കളുണ്ട് കേട്ടോ കെട്ടിടാത്ത. പിന്നെ അവിടേക്ക് കയറണം. അവിടെ തന്നെ ഒരു ഗണപതീൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ ഗൈസ്. ചെറിയൊരു ഗണപതീൻ്റെ അമ്പലം. ആവുമ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളോട്ട് കയറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഏറ്റവും നടേൻ്റെ ഉള്ളിലെത്തിയില്ല. നമ്മൾ ആ നടുഭാഗത്തായിട്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ സ്വർണത്തിൻ്റെ കൊടിമരമൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു വീട് വരി കാണില്ലേ, അത് വീടൊന്നുമല്ല, അത് നമ്മൾ അരിയിലെ ഇരുത്തണ സ്ഥലം കേട്ടോ ഗൈസ്. അപ്പോൾ ഉള്ളിലും കുറേ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഉള്ളിൽ ഇന്ന് ഞങ്ങളിപ്പോൾ പോയത് ഞായറാഴ്ച കേട്ടോ. ശനിയാഴ്ചയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് തോന്നിയത് ഞായറാഴ്ചനെക്കാട്ടി തിരക്ക് ശനിയാഴ്ച വൈകുന്നേരം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഉള്ളിലത്തെ രഥം. പക്ഷേ ഇതിനെക്കാട്ടിയും അത്യാവശ്യം വലുതാട്ടോ പുറത്തുള്ളത്. ഞങ്ങൾക്ക് കണ്ടിട്ട് ഇതാണ് ഒരു ഉപയോഗിക്കണായി തോന്നി. ഞങ്ങൾ രഥം വലിക്കുന്നത് കണ്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ഇതാ കാള ശിവൻ്റെ മുമ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചേട്ടിൽ പൊത്തിച്ചിട്ട് എന്തോ പറയട്ടോ ഗൈസ്. എന്തോ പറയാന് അമ്മമ്മ തലയൊക്കെ പിടിച്ച് അമർത്തുണ്ട് പറയും. അച്ഛന് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് വെച്ച് കൊല്ലാതെ അച്ഛൻ വിടൂല. അതാണ് ഞങ്ങൾ പറയണ കേട്ടിട്ട് സംഭവം അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല കേട്ടോ. എനിക്ക് പിന്നെ എന്തിനാ കണ്ടാലും അതിന് തലോടണം. പിന്നെ ഇതാട്ടോ ഏറ്റവും നമ്മൾ കയറുന്ന സ്ഥലം അത്യാവശ്യം തിരക്കില്ലാത്ത ആ ഒരു ഭാഗം. പിന്നെ ഞങ്ങൾ നെയ്യ് കത്തിച്ചിനി. ഇവിടെ ഒരു വിളക്കിൽ നെയ്യ് വെച്ചിട്ട് ഒരു വലിയ വിളക്കിലുണ്ടാവും കുറേ നെയ്യ് വെച്ചിട്ടൊരു വലിയ തിരി, അതിന്നാണ് നമ്മൾ കത്തിക്കേണ്ടി. പിന്നെ ഇവിടെ ബുക്ക് ചെയ്യണതിനെ പറ്റിയൊക്കെ അമ്മേൻ്റെ ഫ്രണ്ട് കൃഷ്ണ ചേച്ചിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ വലിയ ഉപകാരമായി. അപ്പോൾ ഇതാട്ടോ മറ്റേ അരിയിലെ ഇരുത്തണ സ്ഥലം. അപ്പോൾ പീലിയിൽ അരിയിൽ ഇരുത്തുണ്ട്. പക്ഷേ പീലി ആ ഏറ്റവും തറ്റത്തായിട്ട് പോയിക്കാണ്. അപ്പോൾ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ തിരക്ക് കാരണം അച്ഛനെയും അമ്മേനെയും ഒന്നും കയറ്റില്ല, ഏതെങ്കിലും ഒരാളെ കയറ്റണം. പക്ഷേ മാമീനെയും മാമനും കയറ്റിന്നിട്ടു. പിന്നല്ലേ ഈ ഇത് കാണാനൊരു കരിങ്കല്ലിൻ്റെ കൊട്ടാരമാരിക്ക് തോന്നിയിട്ട്. പിന്നെ അവിടുത്തെ മയക്കാർ വന്നപ്പോൾ ആ സീനേനി. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി തൊഴുത് കഴിഞ്ഞ ശേഷം കഷായം കിട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയൊക്കെ അറിയില്ല, അതിൻ്റെ ഉള്ളിലാണ് പീലിരിക്കണേ ആ തറ്റത്ത്. പിന്നെ ഇവിടെ ഒരു വലിയ സരസ്വതീൻ്റെ ഒരു തുണിയിലുള്ളൊരു വിഗ്രഹം ഉണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ശരിക്കത്തെ ഒരു വിഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ ഗൈസ്.
പിന്നെ രഥത്തിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഗൈസ്. ഇനിയും ദേവി വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗൈസ്. അപ്പം ഗൈസ് പിന്നെ നമ്മൾ കുടജാദ്രിക്ക് പോകണ്ട ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഗൈസ്. അപ്പം ഞങ്ങളൊക്കെ മസാല ദോശയാണ് ഗൈസ് കഴിച്ചത്. അപ്പോൾ ഗൈസ് അവിടെ രാവിലെ എല്ലാ ഹോട്ടലിലും നല്ല തിരക്കാണ് ഗൈസ്. അപ്പം ഗൈസ് ഇത് കുടജാദ്രിക്ക് പോകാനുള്ള ജീപ്പാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5 മണി ആകുമ്പോഴത്തേന് ഇറങ്ങിയിട്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ടവേരയിലാണ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിന് 7 മണിക്കാണ്. അത് പിന്നെ ഒരു 9:30 ആകുമ്പോഴത്തേനും ഉടുപ്പിയിലെത്തും. പിന്നെ അവിടെ നിന്ന് 10 മണിക്ക് വേറെ ട്രെയിൻ വരും. അതിൽ കയറിയിട്ടാണ് പിന്നെ കോഴിക്കോട് ഇറങ്ങുക. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ.